വേണ്ടേ ഇതാണ് നമ്മുടെ ലേസർ ലൈറ്റ്. കാണാൻ ചെറിയൊരു സാധനമാണ്, എന്നാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ആണ് ഇതിന് കിട്ടുക. സൈഡിൽ ബ്രേക്കിൻ്റെ ലൈറ്റ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റ് വെച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം, എന്തുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ബ്രേക്ക് ലൈറ്റ് വന്നുകൂടാ? അതായത് ബ്രേക്കിൽ നിന്ന് വരുന്ന ലൈനാണിത്. നമ്മൾ നടന്നു പോകുന്ന ആൾക്കാർക്കും ഒരു ബെനിഫിറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഫ്രണ്ടിൽ ബ്രേക്ക് ലൈറ്റ് വെക്കണം, അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ നല്ലതല്ലേ എന്ന് എൻ്റെ മാത്രം ഒരു ആശയമാണ്. ഇതും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പുറത്തെ വർക്ക്ഷോപ്പിലൊക്കെ കൂടുതൽ, അല്ലെങ്കിൽ പുറത്തെ ആക്സറീസ് ഫിറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നൊരു തെറ്റായ ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുന്ന പോലെ ഇതിലെ വയർ ഞാനിങ്ങനെ എടുത്തു. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വന്നാൽ പോലും ഒരാൾക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ക്രോസ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മൾ കുറേ ദിവസമായി എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ പരിപാടി അല്ലെങ്കിൽ ഒരു ചെറിയൊരു അഴിച്ചുപണി ഒക്കെ ഒന്ന് ചെയ്തിട്ട്, അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു മണ്ടൻ ഐഡിയ. അതായത് മണ്ടൻ ഐഡിയ എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും ഇതെന്നെ ഇങ്ങനെ പറയുന്നത്. ശരിക്കും കാരണം നമ്മുടെ വാഹനങ്ങൾക്കെല്ലാം ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. ബ്രേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിവേഴ്സിൽ വരുന്ന 2 റെഡ് ലൈറ്റ് കത്തും, ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നത് പോലെ. ആ ഒരു റെഡ് ലൈറ്റ് ശരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ വാഹനത്തിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പുറയിൽ നിന്ന് വരുന്ന വാഹനത്തിന് മനസ്സിലാക്കാൻ വേണ്ടി. എൻ്റെ ഒരു ചോദ്യം, എന്തുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ബ്രേക്ക് ലൈറ്റ് വന്നുകൂടാ? അപ്പോൾ എല്ലാവർക്കും തോന്നും എന്തിനാണ് ഫ്രണ്ടിൽ ബ്രേക്ക് ലൈറ്റ്. ഞാനിങ്ങനെ ഒരു ഐഡിയ ആദ്യം ഞാൻ 2-3 എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. ഇന്നിപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോടും കൂടെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവൾ ചോദിച്ചാൽ എന്തിനാ ഫ്രണ്ടിൽ ബ്രേക്ക് ലൈറ്റ്? കാരണം ബാക്കിൽ പോരെ, ബാക്കിലാണല്ലോ ബ്രേക്ക് ലൈറ്റിൻ്റെ ആവശ്യം. പക്ഷേ ഞാൻ ഒരു ചെറിയൊരു വ്യത്യസ്തമായ ഐഡിയ അല്ല, പലർക്കും, അതായത് വാഹനത്തിൽ പോകുന്ന ആൾക്കാർക്കും നടന്നു പോകുന്ന ആൾക്കാർക്കും ഒരു ബെനിഫിറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഫ്രണ്ടിൽ ബ്രേക്ക് ലൈറ്റ് വെക്കണം, അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ നല്ലതല്ലേ എന്ന് എൻ്റെ മാത്രം ഒരു ആശയമാണ് ഞാനിപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അത് ഞാൻ ഫിറ്റ് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ ബ്രേക്ക് ലൈറ്റ് വരുന്നതിൻ്റെ അഡ്വാൻറ്റേജ് 2 കാര്യങ്ങളാണ്. എതിർവശത്ത് നിന്ന് വരുന്ന വാഹനം, അതായത് നമ്മുടെ വാഹനം ഫ്രണ്ടിൽ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡ് വരുന്നൊരു വാഹനം റൈറ്റ് സൈഡിലോട്ട് ഇൻഡിക്കേറ്റ് ഇടുകയാണെന്ന് സങ്കല്പിക്കുക. അതായത് റൈറ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വാഹനം സ്പീഡിൽ വരുമ്പോൾ ആ വാഹനത്തിന് സെൻസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് എതിർവശത്ത് നിൽക്കുന്ന വാഹനത്തിന്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള വാഹനത്തിന് അറിയാൻ സാധിക്കത്തില്ല നമ്മൾ ബ്രേക്ക് ചെയ്യുമോ അവരുടെ വാഹനം കടന്നു പോകാൻ വേണ്ടിയിട്ട്. പലപ്പോഴും ബ്രേക്ക് ചവിട്ടി നിർത്തി കഴിയുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ, ഒന്ന് നിർത്താനുള്ളൊരു സാഹചര്യം ഉണ്ടെന്നുള്ളത് നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഫ്രണ്ടിലൊരു ബ്രേക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വാഹനത്തിലെ ആൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് എതിർവശത്ത് നിന്ന് വരുന്ന ഒരാൾക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ലൈറ്റ് പിടിപ്പിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. പെഡസ്ട്രിയൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതായത് ഒരാൾ നടന്നു പോവുകയാണ്, റോഡിൽ കൂടെ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു വാഹനം വരുമ്പോൾ ചിലപ്പം സെൻറ്ററിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. സെൻറ്ററിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ സെൻറ്ററിൽ നിൽക്കുന്ന സമയത്ത് എതിർവശത്ത് നിന്ന് വരുന്നൊരു വാഹനം, അല്ലെങ്കിൽ ഏത് സൈഡിൽ നിന്ന് വരുന്ന വാഹനം ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ പെഡസ്ട്രിയൽ വ്യക്തി, അതായത് നടന്നു പോകുന്നൊരു വ്യക്തിക്ക് അറിയാൻ സാധിക്കും. അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഫ്രണ്ട് സൈഡിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻഡിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്, അതായത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ലേസർ ലൈറ്റ് മാത്രമാണ്. അതായത് ലേസർ ലൈറ്റാണ് ഞാനിപ്പോൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇതല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ലൈറ്റിങ്, അതായത് വേറെ എന്തെങ്കിലും ഒരു മോഡിഫൈ ചെയ്തൊരു ലൈറ്റ് ഇപ്പം നിലവിൽ എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ഇപ്പം നിലവിലിരിക്കുന്ന ഒരു ലേസർ ലൈറ്റാണ്. അപ്പോൾ ലേസർ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നതും ആ ഫ്രണ്ടിൽ അത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടെയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ആ ലേസർ ലൈറ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദേണ്ട വരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ലേസർ ലൈറ്റ്. കാണാൻ ചെറിയൊരു സാധനമാണ്, എന്നാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ആണ് ഇതിന് കിട്ടുന്നത്. ലേസർ ലൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, ബാക്കിൽ ബ്രേക്ക് ഔട്ടുന്ന സമയത്ത് ഒരു ലൈനോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ലൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ലേസർ ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു ഹെഡ് യൂണിറ്റ് വരുന്നുണ്ട്, ഇതിനകത്താണ് ഇതിൻ്റെ ലേസർ വരുന്നത്. ഒരു ചെറിയ കണക്ടർ വരുന്നുണ്ട്, എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു മൊഡ്യൂൾ വരുന്നുണ്ട്, 12 വോൾട്ടിൽ നിന്ന് അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൊഡ്യൂളും വരുന്നുണ്ട്. ഇത് വാട്ടർ പ്രൂഫ് ആണെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഞാനിത് ഓൺലൈനിൽ മേടിച്ചതല്ല, ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഓൺലൈനിൽ ഇത് എനിക്ക് തോന്നുന്നു ഒരു 250-300 രൂപ കണ്ട് വരുന്നുള്ളൂ. എൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇട്ടോളാം. ഞാനിത് മേടിച്ച് ഏകദേശം 600-650 രൂപ കൊടുത്താണ് മേടിച്ചത് കടയിൽ നിന്ന്. ഏതായാലും നമുക്കൊന്ന് ഫിറ്റ് ചെയ്യേണ്ട രീതിയും കൂടെ നോക്കാം. ഞാൻ ഏതായാലും താഴത്തെ പോർഷനിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. താഴത്തെ പോർഷനിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്, അതായത് ഇതൊരു ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അത് ആരും അറിയത്തില്ല, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈറ്റും കത്തും. പിന്നെ ബ്രേക്കിൻ്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടി ബാക്ക് വരെ പോകേണ്ട കാര്യമില്ല. നമുക്ക് ഫ്രണ്ടിൽ തന്നെ, അതായത് ഏകദേശം ഈ ഒരു പോർഷനകത്ത് തന്നെ നമ്മുടെ ബ്രേക്കിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ബ്രേക്കിൻ്റെ മേളിലായിട്ട് തന്നെയാണ് സ്വിച്ച് വരുന്നത്. ആ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ എടുത്താൽ മതി. ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തരാം.
ഓക്കെ, അപ്പം നമ്മളിപ്പം ഏകദേശം എല്ലാവരും ഞാനിപ്പം കാണിക്കാൻ പോകുന്ന പോലെ ഈ താഴെ ഇത് ഇപ്പോൾ കാണാം, ഈ താഴെയാണ് ഞാനിപ്പോൾ അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ടെമ്പററി ആയിട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനൊരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ട്, ഇപ്പോൾ എല്ലാവർക്കും കാണാം. അതിനൊരു ഡബിൾ സൈഡ് 3mm തന്നെ സ്റ്റിക്കർ വരുന്നുണ്ട്. ഈ ഒരു സ്റ്റിക്കർ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ഞാനിവിടെ വെക്കാൻ പോവുകയാണ്. ഞാൻ സ്ക്രൂ ചെയ്യുന്നില്ല, കാരണം നാളെ ഒരു സമയത്ത് എനിക്കിത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് വാട്ടർ പ്രൂഫ് ആണെങ്കിൽ പോലും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഇതൊന്നും ജെനുവിൻ ഐറ്റം അല്ല. അപ്പം ചിലപ്പം പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാനത് വേറെ രീതിക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഫിക്സിങ് ചെയ്യുന്നില്ല. നല്ലൊരു ബ്രേക്ക് ലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ രീതിക്ക് കാണുന്നത്, അതായത് ഭയങ്കര ഒരു വൃത്തികേടാകാത്ത രീതിയിൽ എന്നാൽ ഒരു സ്പോട്ട് ലൈറ്റ് പോലെ വല്ലതും വരുന്നത് ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാനത് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഈ ലേസർ വെച്ച് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു പരിപാടി നോക്കുന്നത്. നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വയറിങ് എടുക്കാൻ വേണ്ടി ആദ്യം ഞാനത് ബോണറ്റ് തുറക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് രീതി, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട് വരെ എനിക്കത് കൊണ്ടുവന്നാൽ മതി. ഈ ഒരു പോർഷനിലോട്ട് എങ്ങനെ വയർ എടുക്കാമെന്നും കൂടി ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. കാരണം ഒറ്റ വയർ അകത്തോട്ട് പോയാൽ മതി. ഒന്ന് നെഗറ്റീവ് ഒരു പോസിറ്റീവാണ്. പോസിറ്റീവ് നമുക്ക് ആ സ്വിച്ചിൻ്റെ അവിടെ നിന്ന് എടുക്കാൻ സാധിക്കും, ബ്രേക്കിൻ്റെ സ്വിച്ചിൻ്റെ അവിടെ നിന്ന്. നെഗറ്റീവ് എവിടുന്നെങ്കിലും, അതായത് ഒരു സ്ക്രൂ നിന്നോ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് എടുത്താൽ മതി. ഞാൻ എടുക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ വയ്ക്കുന്നതിൻ്റെ 2 കാരണങ്ങളുണ്ട്. എനിക്കിതിലെ സുഖമായിട്ട് അതിൻ്റെ കണക്ഷൻ എടുക്കാം. ഇതിലെ നേരെ വയർ കൊണ്ടുവന്ന് ഈ സൈഡിൽ കൂടെ വന്ന് ഇതിലേ കയറാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാനപ്പം ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഈ ഒരു വയർ യൂണിറ്റ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കിയിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇന്ന് ഞാനത് ഇങ്ങനെ എടുക്കുകയാണ്. ഇത് നമ്മുടെ മേളിൽ നിന്ന് വരുന്ന ലൈൻ, അതായത് പോസിറ്റീവ് നെഗറ്റീവിൻ്റെ കണക്ഷൻ വരുന്നതും ഈ ഒരു ലൈനാണ് നമ്മുടെ ഈ ലേസർ ലൈറ്റിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ മെയിലും ഫീമെയിലും സോക്കറ്റ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇതേ കാണാൻ പറ്റും. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. പിന്നെ അത് അഴിഞ്ഞ് പോരരുത്. എന്നിട്ട് ഞാനിത് മേളിലോട്ട് ഇങ്ങനെ വലിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഞാൻ ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് മേളിലോട്ട് ഇങ്ങനെ വലിച്ച് ഇതൊന്ന് ലോക്ക് ചെയ്ത്, അതായത് ഇവിടെ ഒന്ന് ടാഗ് ചെയ്ത് വല്ല ഇടാനുള്ള പ്ലാനാണ്. അത് വയർ ഞാനിങ്ങനെ എടുത്തു, അതിലേ കൊണ്ടുവന്ന് ഈ മേളിൽ കൂടെ ഇങ്ങനെ കയറ്റി ഇവിടെ വന്ന ആ യൂണിറ്റ് ഞാൻ ടാഗ് ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇതിലേ കൊണ്ടുവന്ന് ടാഗ് ചെയ്ത് ആ വയർ ഞാൻ ഇതിലേ ഈ സൈഡിൽ കൂടെ കൊണ്ടുവന്ന് ഇതിലേ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഞാനിപ്പോൾ ഫ്രീ ആക്കി ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പം നേരെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വാഹനത്തിനകത്തുനിന്ന്, അതായത് ബ്രേക്കിൻ്റെ ഒരു പോസിറ്റീവ് ലൈൻ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലെയാണ് ഇപ്പോൾ അകത്തോട്ട് കയറ്റി വിടുന്ന ആ വയർ. എങ്ങനെയാണ് കയറ്റുന്നതെന്ന് കൂടി ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. ഇനിയിപ്പം ഇവിടുന്ന് ഒരു ലൈൻ ഞാൻ പറഞ്ഞായിരുന്നു അകത്തോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അകത്തുനിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരണം, ഒരു പോസിറ്റീവ് ലൈൻ. ഞാൻ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പുറത്തെ വർക്ക്ഷോപ്പിലൊക്കെ കൂടുതൽ, അല്ലെങ്കിൽ പുറത്തെ ആക്സറീസ് ഫിറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നൊരു തെറ്റായ ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വയറിംഗ് ഹാർനസ് വരുന്നതെല്ലാം കവേർഡ് ആയിരിക്കും. അതായത് അതിനകത്ത് ഫുൾ ഇൻസുലേറ്റ് ചെയ്ത് ഒരു റബ്ബർ കേസിങ് കൂടെ ആയിരിക്കും വരുന്നത്. ഇവരെന്നാ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ റബ്ബർ കേസിങ് ഊരിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ കൊടുക്കും. ഒരു കാരണവശാലും നമ്മളത് പ്രൊമോട്ട് ചെയ്യരുത്. കാരണം അവർ അന്നേരത്തെ ഒരു പണി എളുപ്പം കൊണ്ട് ചെയ്യുന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ആ ഒരു ക്യാപ്പ് ക്ലോസ് ചെയ്തിരിക്കണം. ഞാൻ സാധാരണ എടുക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ആ ഒരു ലൈൻ തുളച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇനിയും അതുപോലെ ചെയ്യാൻ വേണ്ടി ഒരു പപ്പടം കുത്തുന്ന കമ്പി, വീട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ ഒരു കമ്പി, പോയിൻ്റ് ഇതിൻ്റെ ടിപ്പൊന്ന് പോയിൻ്റ് ചെയ്യിക്കുക നേരെ. അതായത് നമ്മൾ ഈ കാണുന്ന ഞാൻ ഈ കറുത്ത വയർ എടുത്തിരിക്കുന്ന അതിലേ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലോട്ട് ചേർന്ന ഒരു ഹോൾ ഉണ്ടാക്കി അതിലോട്ടാണ് ഞാൻ ഈ വയർ കയറ്റി വിടാൻ പോകുന്നത്. കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള മണമോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തോട്ട് കയറത്തില്ല. വാഹനത്തിനകം എപ്പോഴും ഫ്രഷായിട്ടിരുന്നോളും. എന്നാൽ അങ്ങനെ ആ ക്യാപ്പ് ഊരി മാറ്റുമ്പോഴാണ് പൊടിയും കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മുടെ വാഹനത്തിനകത്ത് കയറുന്നതും സ്മെല്ലും കാര്യങ്ങളൊക്കെ കയറുന്നതിൻ്റെ പ്രധാന കാരണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ താഴത്തെ ഈ ട്രേ, അതായത് ഈ ഒരു പോർഷൻ നമുക്കൊന്ന് അഴിച്ചെടുക്കണം. അതിന് 1, 2 ഈ 2 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഊരി പോരും. അന്നേരം നമുക്ക് സുഖമായിട്ട് കൈ അകത്തോട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കിട്ടുകയാണ്. അപ്പം നമ്മളത് അഴിച്ചു. ഈ ഭാഗം അഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ എല്ലാവർക്കും ഞാൻ ആ ബ്രേക്കിൻ്റെ സ്വിച്ച് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബ്രേക്കിൻ്റെ സ്വിച്ച്. സിമ്പിളാണ് മനസ്സിലാക്കാൻ വേണ്ടി. ഇതാണ് ബ്രേക്കിൻ്റെ പെഡൽ. ബ്രേക്കിൻ്റെ പെഡലിന് തൊട്ട് മേളിലായിട്ട് ഈ ഒരു പോർഷൻ വരുന്നത് ഇതാണ് ഒരു സ്വിച്ച്. ഈ സ്വിച്ചിൽ 2 വയറാണ് വരുന്നത്, എല്ലാവർക്കും അറിയാവുന്ന പോലെ. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് ഏതെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. പോസിറ്റീവ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ജസ്റ്റ് ഒരു മൾട്ടിമീറ്ററിൻ്റെ സഹായം കൊണ്ട് ഒരു മൾട്ടിമീറ്റർ എടുക്കുക. എന്നിട്ട് ഒരു ലൈൻ ഒരു പോയിൻറ്റിലും ഒരു ലൈൻ ബോഡിയിലും കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് വരുന്ന ലൈനാണെങ്കിൽ അത് നമ്മുടെ മെയിൻ ലൈനും മറ്റത് നമ്മുടെ സ്വിച്ചിൻ്റെ ലൈനുമാണ്. അപ്പോൾ ആ സ്വിച്ചിൻ്റെ ലൈനിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ആ ലൈനാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഞാൻ ഈ ഒരു പോയിൻറ്റിൽ തന്നെ ഞാനൊരു ഹോൾ ഉണ്ടാക്കുകയാണ്. അത് ഈ സൈഡിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചെറിയൊരു ഹോളേ ഉണ്ടാവുള്ളൂ. ഇച്ചിരി ടൈറ്റാണ്.
ഓക്കെ, ഞാനിപ്പോൾ ഒരു ഹോൾ ഇട്ടു. എന്നിട്ട് ഇത് പതുക്കെ നമ്മൾ അകത്തോട്ട് ഇറക്കാവുള്ളൂ. ഓക്കെ, ഇതിനകത്തോട്ട് പതുക്കെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ഇതകത്തോട്ട് കയറിപ്പോകുന്നത്. ഇത് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഞാനിപ്പം അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വലിച്ചിട്ട ആ ഒരു കമ്പിയാണ് ഈ വന്ന് കിടക്കുന്നത്. ഇതിലോട്ട് ഞാനിപ്പം നമ്മുടെ വയറൊന്ന് ടേപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് അകത്തോട്ട്, അതായത് ഇവിടുന്ന് പുറത്തോട്ടാണ് ഞാനിപ്പോൾ ആ ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും ഞാനതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊന്ന് ടേപ്പ് ചെയ്യാണ് ഈ വയറ്. ടേപ്പ് ചെയ്ത് ഇത് അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരാതിരുന്നോളൂ, ഒരു ചെറിയൊരു ബലം കിട്ടും. പിന്നെ ഒത്തിരി ആഞ്ഞു വലിക്കല്, വയർ ഊരിപ്പോരും. പിന്നെ ഒത്തിരി കട്ടിക്ക് ടേപ്പ് ചുറ്റുകയും ചെയ്യരുത്. ആ ചെറിയ നമ്മൾ കൊടുത്ത ചെറിയ ഹോളിനകത്തൂടെ ഇത് ഇറങ്ങി വരാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് ആ കനത്തിലുള്ള വയറേ കൊടുക്കാവുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇത് അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും കണ്ടായിരുന്നു ഞാൻ ഈ വയർ എടുത്തത്. അത്ര സിമ്പിളല്ല, എന്നാൽ നമുക്കതുപോലെ തന്നെ അത്രയും ആ ഒരു കട്ടി ഫീൽ ചെയ്യുന്ന എന്നാന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹോളേ നമ്മൾ ഇട്ടുള്ളൂ. ആ ചെറിയ ഹോളിനകത്തൂടെ ഈ വയറും കൂടെ കയറി വന്നു കഴിയുമ്പോൾ അത് സീൽഡ് ആയിക്കോളും. അതാണ് മെയിനായിട്ടുള്ള ബെനിഫിറ്റ്. ഇനിയിപ്പോൾ ഞാൻ ഈ വയർ ഇതിലേക്ക് കൊണ്ടുവന്ന് നേരെ ഈ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ആ അറ്റം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ബ്രേക്കിൻ്റെ ലൈൻ, അതായത് ബ്രേക്കിൻ്റെ ലൈൻ ഗ്രീനാണ്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ബ്രേക്കിൻ്റെ ലൈൻ, ആ ഗ്രീൻ ലൈനിൽ നിന്ന് ഒരു പോയിൻറ്റ് ക്രിമ്പ് ചെയ്തെടുത്തിട്ടാണ് ഇതിലോട്ട് കൊടുക്കാൻ പോകുന്നത്. ഏതായാലും നമുക്ക് ചെയ്യാം. ക്രിമ്പ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബ്ലേഡ് വെച്ച് ഈ സൈഡിൽ ചെറുതായിട്ട്, അതായത് വയറ് കട്ടാകത്തില്ലെന്ന് ഉറപ്പ് വെച്ചുകൊണ്ട് തന്നെ സ്ലീവ് മാത്രം ചെറുതായിട്ടൊന്ന് കളയാവുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും, നേരത്തെ എൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഇതാണ് നമ്മുടെ ക്രിമ്പ് ചെയ്യാനുള്ള ക്ലിപ്പ് വരുന്നത്. ഈ ക്ലിപ്പ് നമ്മളിതിൻ്റെ ഇടയ്ക്കോട്ടൊന്ന് കയറ്റുകയാണ്. ഇതെല്ലാം ഞാൻ പല വീഡിയോസിലും, എൻ്റെ തന്നെ പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അത് ഇൻസേർട്ട് ആയി കഴിഞ്ഞാൽ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് ഓക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത പോർഷൻ ഇതിലോട്ട് കണക്ട് ചെയ്യേണ്ട ബോഷ് ക്ലിപ്പാണിത്. അത് നമുക്ക് ഞാൻ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വിട്ട് ഈ വയറിലോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വയറൊന്ന് സ്ലീവ് ചെയ്തു, ഇതിനകത്തോട്ട് കയറ്റി ഇനി ഇതൊന്ന് ക്രിമ്പ്. അതുപോലെ നമ്മുടെ ക്രിമ്പിംഗ് ടൂൾ ഇവിടെ ഉണ്ട്. നമ്മൾ ആ ക്രിമ്പിംഗ് ടൂൾ വെച്ച് വയർ കറക്റ്റ് ഇതിനകത്തോട്ട് കയറിയോ എന്നുള്ളത് കൺഫേം ആക്കി വെച്ചും നമ്മൾ ഈ ക്രിമ്പിംഗ് ടൂളിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്രിമ്പിംഗ് ടൂളിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നുകൂടെ പറഞ്ഞു തരുന്നില്ല. അപ്പോൾ അത് ഞാൻ ക്രിമ്പ് ചെയ്തു. ഇനിയിപ്പോൾ ഈ വയർ ടൈറ്റായി. ഇനി ഇതിലോട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഞാൻ ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, കണക്ട് ചെയ്തിട്ട് ഞാൻ ഈ വയറൊന്ന് മേളിൽ ക്ലിപ്പ് ചെയ്ത് തിരിച്ച് ഈ ഒരു സോക്കറ്റ് ഇതിലോട്ട് തന്നെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നാളൊരു സമയത്ത് എനിക്ക് അഴിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ അഴിച്ചു മാറ്റുന്ന രീതിക്കാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വയർ ഫ്രണ്ടിലോട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. നമ്മുടെ അകത്തുനിന്ന് വരുന്ന, അതായത് ബ്രേക്കിൽ നിന്ന് വരുന്ന ലൈനാണിത്. നമ്മുടെ ആ യൂണിറ്റിൻ്റെ പോസിറ്റീവ് ലൈൻ ഇതാണ്. ഞാൻ അതിലോട്ട് ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവിൻ്റെ ലൈൻ ഞാൻ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഇവിടെ നിന്ന്, അതായത് നമ്മുടെ HIDയിലോട്ടുള്ള നെഗറ്റീവ് ഞാൻ ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആ പോയിന്റിൽ നിന്ന് തന്നെ ഞാനൊരു നെഗറ്റീവ് എടുത്ത് ഇതിലോട്ട് കണക്ട് ചെയ്യുകയാണ്. നല്ല രീതിക്ക് ഇൻസുലേറ്റ് ചെയ്തും ടാഗ് ചെയ്തും ഒന്ന് ഇട്ടേക്കണം. അതായത് ഒരാൾ നമ്മുടെ വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു വൃത്തിയുടെ ഫീൽ വരരുത്. കാരണം അഡീഷണൽ കഴിവതും ഫിറ്റ് ചെയ്തെന്നുള്ള ഒരു ഫീലിംഗ് ആർക്കും തോന്നാത്ത രീതി വേണം നമ്മൾ കൂടുതലും നമ്മുടെ ഫിറ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടത്. അതും വൃത്തിയായിട്ട് തന്നെ ചെയ്യാവുള്ളൂ, അതായത് വൃത്തികേടായിട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ഏകദേശം നമ്മുടെ പരിപാടി എല്ലാം തീർന്നു. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഞാൻ അവിടെ നിന്ന് വയറെടുത്ത് അത് മേളിൽ കൂടെ തന്നെ ടാഗ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഈ സൈഡിൽ കൂടെ കൊണ്ടുവന്ന് ഈ സൈഡിലും കൂടെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ വന്ന് കയറുന്ന വയറിൽ ഇൻസുലേറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ സൈഡിലത്തെ ഈ പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ യൂണിറ്റ്. ഇനി നമ്മുടെ മെയിൻ യൂണിറ്റ് വരുന്ന എല്ലാവർക്കും അറിയാം, നമ്മളിത് ഈ ഒരു ഭാഗത്താണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഡബിൾ സൈഡ് സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ടാഗും കൂടെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാനപ്പോൾ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. എല്ലാവരും ഇപ്പോൾ കണ്ടായിരുന്നു. നമുക്കിനി ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ശരിക്കുള്ളൊരു വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു മാറ്റം എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാവരും നോക്കിക്കോണം. ഞാനിപ്പോൾ നമ്മുടെ ബ്രേക്കിൻ്റെ പെഡൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യെസ്, അപ്ലൈ ചെയ്തു. ഇപ്പോൾ ലൈറ്റ് കത്തിയത് എല്ലാവരും കണ്ടു. ബ്രേക്കിൽ നിന്ന് കാലെടുത്ത സ്റ്റോപ്പാണ്. ഒന്നുകൂടെ അപ്ലൈ ചെയ്തു. ഒരു റെഡ് ലൈറ്റ് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഞാൻ ഒന്നുകൂടെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, ഒന്നുകൂടെ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ലൈറ്റ് നമുക്ക് രാത്രിയിലത്തെ ഫീലും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. രാത്രിയാണ് പലർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം നമുക്ക്
രാത്രിയിലത്തെ ആ ഒരു എഫക്റ്റും കൂടെ എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാൻ സാധിക്കും. അതിനു മുമ്പ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ ഒരു ലൈറ്റിൻ്റെ ബെനിഫിറ്റും കൂടെ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ചെറിയ ലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതും കൂടെ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതാദ്യം ഒന്ന് ട്രയൽ നടത്തി നോക്കുക. ട്രയൽ നടത്തി നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത്. കാരണം ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടുന്നത്, ഒരു ക്രോസിംഗ് അല്ല, സ്ട്രെയിറ്റ് ലൈന്. ഏകദേശം ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു വൈഡ് വ്യൂവും കൂടെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ദൂരെ നിന്ന് വരുന്ന സമയത്ത് ഇതുപോലൊരു ചെറിയൊരു ലൈറ്റ് കാണുമ്പോഴത്തേക്കും ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത് മുമ്പോട്ട് ഇത് നല്ലൊരു രീതിക്ക് എല്ലാ വാഹനങ്ങൾക്കും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഞാനിപ്പം നമ്മുടെ വാഹനം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോരുന്ന സമയത്ത് ആരെങ്കിലും ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക് ചവിട്ടുമ്പോൾ അവർക്ക് ആ ഫ്രണ്ടിലത്തെ ലൈറ്റ് കാണുമ്പോൾ മനസ്സിലാവും ക്രോസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും അത് കാണുമ്പോൾ മനസ്സിലാവും. അത് കഴിയുമ്പോഴത്തേക്ക് അവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ നമ്മുടെ വാഹനമായിട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ കണ്ടതുപോലെ ആരെങ്കിലും ഇതുപോലെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൽ ഇതുപോലെ ലൈറ്റ് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് കുറേ കൂടെ നല്ല ഇതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് പകൽ സമയങ്ങളിലാണെങ്കിൽ പോലും ഇതിൻ്റെ വെട്ടം നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലൈൻ കാണുമ്പോഴത്തേക്കും, അതായത് ഈ ഒരു ലൈൻ ഞാൻ ഉദ്ദേശിച്ചത് രാത്രിയാണെങ്കിൽ പോലും വലിയ ലൈറ്റ് ആരുടെയും കണ്ണിലടിക്കാത്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്, കൂടുതലും ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വന്നാൽ പോലും ഒരാൾക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ക്രോസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു ലൈറ്റ് നമ്മുടെ വാഹനത്തിലുണ്ടെങ്കിൽ തന്നെ ഇത് എല്ലാവർക്കും കാണാൻ പറ്റും അത് ഷാറ്റർ ചെയ്ത് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പം നമ്മുടെ ലൈറ്റിൻ്റെ ഫിറ്റ്മെൻറ്റ് എല്ലാവരും കണ്ടു. സിമ്പിളാണ്, എല്ലാവർക്കും സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. വയറെടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞതും ഒന്ന് മനസ്സിലെല്ലാവരും വെച്ചേക്കുക. കാരണം ആ ഒരു രീതിയിലേ എടുക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അകത്തോട്ട് പൊടിയോ മണമോ കാര്യങ്ങളൊന്നും കയറാതിരുന്നോളും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക, ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. കുറേ ഇതുപോലെ ചെറിയ ഐഡിയാസുമായിട്ട് ഞാൻ മുമ്പോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.